നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടി എന്താ പറ്റിയേ? എന്താ നിന്റെ മുഖം അല്ലാതിരിക്കുന്നേ? ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാന്ന് വെച്ചാ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. നീ എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇല്ല, മനസ്സിലാവില്ല. അമ്മയ്ക്കെന്നല്ല, ഇവിടെ ആർക്കും അത് മനസ്സിലാവില്ല. ഇങ്ങനെ കയറൂരി വിട്ടിരിക്കാണല്ലോ അവളെ കുടുംബം മുടിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം മുമ്പേ പറഞ്ഞേക്കാം, ആ ചെക്കനും അവളും ഇവിടെ ഇങ്ങനെ അഴിഞ്ഞാടി നടന്ന ഒടുവിൽ എന്തെങ്കിലും പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ കണ്ടവരും കേട്ടവരും ഒന്നും ഉണ്ടാവില്ല. അവര് പൊടിയും തട്ടി അങ്ങ് പോവും. നാണക്കേടെ ഈ കുടുംബത്തിനാവും. അമ്മയും മറുപടി പറയേണ്ടി വരും. അല്ല, നീ കുറെ നേരമായി അങ്ങും ഒന്നും തൊടാതെ ഓരോന്ന് പറയുന്നു. എന്നിട്ട് കാര്യം എന്താണെന്ന് നീ വ്യക്തമായിട്ട് പറയുന്നുമില്ല. അമ്മേ, അവിടെ ബെഡ്റൂമില് അവനും അവളും കൂടെ കൊഞ്ചി കുഴയുക. ആര്? മറ്റാര്? ഇവിടുത്തെ എടുത്തുചാട്ടക്കാരിയില്ലേ, ലച്ചു. അവളും ആ ഡോക്ടർ എന്ന് പറയുന്നവനും. ആര്? ലച്ചും ഗോവിന്ദുവോ? അതെ. ബെഡ്റൂമിൽ എന്തോ പുതിയ പഠിത്തം പറഞ്ഞ് ആകെ പിടിയും വലിയും കൊഞ്ചലും കുഴയിലൊക്കെ തന്നെയാ. വെറുതെ ഞാൻ ആ വഴിയൊന്ന് പോയതാ. ആ രംഗം എന്റെ ഗ്രഹപ്പിഴയ്ക്ക് കണ്ടുപോയി. ശോ, കണ്ടിട്ട് എന്റെ തൊലി പൊളിഞ്ഞുപോയി. നീ വെറുതെ കള്ളം പറയല്ലേ? ഞാൻ എന്തിനു വെറുതെ കള്ളം പറയണം? ഞാൻ ശരിക്കും എന്റെ കണ്ണുകൊണ്ട് കണ്ടതാമേ. ശോ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ ഭഗവാനെ. അങ്ങനെയാണെങ്കി ഇത് വച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. അതെ, അത് തന്നെയാ ഞാനും പറഞ്ഞു. രണ്ടാളും ഒരു മുറിയില്. അത് ഈ കുടുംബത്ത് വേണ്ട. വെറുതെ ഇങ്ങനെ പറയുന്നല്ലാതെ ആ ലച്ചുനെയും ഗോവിന്ദനെയും ഇവിടെ ആരെന്ത് പറഞ്ഞു വിലക്കുമെന്ന് ഞാൻ പറയും. അങ്ങനെ അവനെ അവളെയും ആടിപ്പാടി നടക്കാൻ ഞാൻ വിടില്ല. ഞാൻ ചോദിക്കും. അല്ല പിന്നെ വെറുതെ ചോദ്യം ചെയ്ത പോരമ്മേ. രണ്ടിനെയും ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം. അവര് രണ്ടാൾക്കും ഇവിടെ എന്താ കാര്യം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇന്ന് പറ്റിയ അവസരമാ. അമ്മ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇതൊന്നും എനിക്കത്ര ദഹിക്കുന്ന കാര്യമല്ല. അമ്മേ, അവര് രണ്ടുപേരും മാത്രം ഉള്ളപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരും മൈൻഡ് ചെയ്യില്ല. ആകെ പ്രേമജ്വരം പിടിച്ച് നടക്കുകയാണല്ലോ ലക്ഷ്മിയും ഗോവിന്ദും. ദേ, എല്ലാവരും ഉള്ളപ്പോ ചോദിക്കണം. അവരെ ഇറക്കി വിടുകയും വേണം. അതാ വേണ്ടത്. ഈ കുടുംബത്തിന് അഭിമാനോ വലുത്. നീ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.